അതിന് ഒരു കൊണ്ട് ഈ ചപ്പ് വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോളേ നമ്മള് ചക്കരച്ചേമ്പ് ഉണ്ടാക്കേണ്ട വീഡിയോസ് വിട്ടായിരുന്നു. ഒരുപാട് ആളുകൾ ചക്കരച്ചേമ്പ് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ആളുകൾക്ക് കൊടുക്കാൻ ചിലപ്പോൾ എത്തിക്കോളണമെന്നില്ല. ഇപ്പം ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവർക്കും കൊടുക്കാനുള്ള തീരുമാനമാണ് കൊറിയർ അയച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ അത് വിത്താക്കിയിട്ടും ഇതേപോലെ ഒക്കെ നടാനും കായ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് 1 കിലോന് 1/2 കിലോന് ഒക്കെ വെച്ചിട്ട് കൊടുക്കണം. ചില ആളുകൾ 3, 4, 5 കിലോനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നോട്. എന്തായാലും ഇപ്പോൾ അതൊന്നും നടക്കണ്ടാവില്ല. ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അന്യം നിന്ന് സാധനം നമ്മളൊന്നുകൂടി കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് തുടങ്ങിയത്. അതുപോലെ എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ. പട്ടിണിയും അതേപോലെ പരിഭവമൊക്കെ ഉണ്ടായ കാലത്ത് ഇത് കഴിച്ച ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയും. അവരാണ് ഇതൊക്കെ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നതും. അവരെ കുട്ടികൾക്കും അവരെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതാണ് ഇപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നും നാളായിട്ട് നമ്മളിത് കൂടും. അപ്പൊ ഞങ്ങളേ കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്ക് ഇതേപോലെ കുറച്ച് വിത്ത് തൽക്കാലം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പൊ ചെയ്യുന്നത്. ഏകദേശം എല്ലാവർക്കും ഒരു 1/2 കിലോ വെച്ചിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തർ 2 കിലോനും 3 കിലോനും 5 കിലോനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പരമാവധി വിത്ത് എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനോട്ട് നമ്മൾ ചെറുതും വലുതും ഒക്കെ കൂട്ടി കൊടുക്കുന്നത്. ഇതിപ്പോ അവസാനം നമുക്ക് കിട്ടൂലെന്നൊക്കെ തോന്നുന്നത്. ഇപ്പൊ വേരുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനോടും കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോ ഇതിൽ ഇടുന്നത്. അവിടെ വെക്ക്. അതിന് ഒരു ഏകദേശം ഒരു 600, 550, 600 ആ റേഞ്ചിൽ ഇട്ട് കൊടുക്കണത്. ദാശ എന്താ ചെരുപ്പ പെട്ടിയിലെന്താ ഐസ്ക്രീമിന്റെ നമ്മോട് പെട്ടി പൊതിയാൻ വേണ്ടവൻ ആവണം നോക്കും. അപ്പൊ ഇതാട്ടോ ഞാനേ ഒരുവിധം നല്ല സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ആളുകൾക്കും കൊടുത്തയച്ചിട്ടുള്ളത്. നമുക്കിത് അനുഭവം ഉണ്ടാവുകൊണ്ട് ഇത് കൊടുത്തയക്കണവർക്ക് ഇത് നന്നാവോ ഇല്ലേന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ധൈര്യക്കമ്മി ഉണ്ടാവും. അതുകൊണ്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ നല്ലതും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ നല്ല വിത്തുകളൊക്കെ നോക്കിയിട്ടും എണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ ചെറിയ വിത്തുകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഏകദേശം ഒരു 10 എണ്ണമൊക്കെ കൊടുക്കാൻ തരത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇനി മണ്ണിലിടുന്നുണ്ട്. ഇനി ഇത് മഴക്കാലം വരുന്നതോട് കൂടിയാണ് നമ്മളിതിന്ന് മുള പൊട്ടിയിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കുക. അതെല്ലാം നനക്കാനുള്ള സംവിധാനം ഉണ്ട് വെച്ചെങ്കിൽ ഇപ്പം തന്നെ വെച്ചിട്ട് നമുക്ക് നനക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ എന്തായാലും മണ്ണിലിട്ടിട്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ വിടുന്നുണ്ട്. കാരണം നമ്മൾ കൊടുത്തിട്ട് ആരെങ്കിലും അത് മുളച്ചിട്ടില്ല അതില്ല എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ അപ്പോൾ നമുക്കിത് കാണിച്ചു തരും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന്ന് ഇപ്പോൾ ഇത് ചെയ്യാൻ കേട്ടോ. നമ്മളിതങ്ങ് എടുത്തിക്കണത് ഇങ്ങനത്തെയാണ്. അത് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഇത് മുളക്കുമല്ലേ എന്നൊരു ധൈര്യക്കമ്പി ഉണ്ടാവും. ഓക്കെ ഇതൊക്കെ എടുത്തിട്ടാണ് നല്ലിട്ട് വെക്കാൻ പറ്റുക. എന്നിട്ട് നമ്മളാദ്യം കുറച്ച് ചപ്പ് വെക്കുന്നുണ്ട്. മണ്ണ് തന്നെ വെക്കാൻ എന്നാലും നല്ല കുറച്ച് ചപ്പ് വെക്കുന്നുണ്ട്. നമ്മളെ ഈ ഒരു സാധനം ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മളിതാ ഈ മണ്ണിടും. അതിൻ്റെ മേലെ വീണ്ടും ഈ ചപ്പ് വെക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ.